ഇപ്പോൾ ചേട്ടൻ്റെ ഒരു മുൻകാല ചരിത്രമൊക്കെ നോക്കുന്ന സമയത്ത് ബിഗ് ബോസിലൊക്കെ വലിയ മാർജിനിൽ വോട്ട് പോൾ ചെയ്ത് ജയിക്കുക. അപ്പോൾ അതേപോലെ ഒരു ട്വിസ്റ്റ് കുണ്ടറയിൽ ഇത്തവണ ഉണ്ടാകുമോ? ജയിച്ച് കയറുമോ അത് ഞെട്ടിച്ചുകൊണ്ട്? യവൻ കാരണം ആർക്കും ഒരു ഗുണം കിട്ടില്ല. ഇവനൊക്കെ ആര് വോട്ട് കൊടുക്കാനാ? ഈ കുടുംബത്തിന് പോലും ഒരു വോട്ട് കിട്ടിവിടാനൊക്കെ എഴുതി വെച്ചോ, ഒരു ട്വിസ്റ്റ് ഇവിടെ സംഭവിച്ചിരിക്കും. നോട്ട് ചെയ്തോ, കേരളത്തിൽ ഈ വരുന്ന ഇലക്ഷൻ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോണ ചിഹ്നമാണ്. അച്ഛന്റെ അകന്ന ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ. വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. PC വിശ്വനാഥിന് ഈസി ടാർഗറ്റാണ് കൊണ്ടുവരാന്നുള്ളത്. അത് നമുക്ക് മെയ് 4-ാം തീയതി കാണാം, റിസൾട്ട് വരുമ്പോ കാണാം. ഇത് നമ്മൾ മാരാരെ കണ്ടു, അഞ്ജലിയെ കണ്ടു, ഡോക്ടർ റോബിനെ ഇതുവരെ കണ്ടില്ല, വോട്ട് എണ്ണിയിട്ടില്ല. ഡോക്ടർ റോബിനൊന്നും ചിത്രത്തിൽ തന്നെ ഇല്ല. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ബിഗ് ബോസ് താരം 1141 വോട്ടുമായിട്ട് 3-ാം സ്ഥാനം. വിജയിച്ചാൽ അവിടെ നരേന്ദ്രമോദിയെ കൊണ്ടുവരും. കാരണം ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം തന്നെ. എന്താ ഓർമ്മയില്ല? ചവച്ചോണ്ടിരിക്കണ ബബിൾക്കം തുപ്പിക്കളഞ്ഞിട്ട് ഒന്ന് ഓർത്തു നോക്കിയേ. 2026 മെയ് 4-ാം തീയതി നമ്മൾ വിജയിച്ചതിന് ശേഷം 90 ദിവസത്തിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജി കുട്രയിലെ മണ്ഡലത്തിന് കാലുകുത്തിയിരിക്കും. എന്തിനാ അതിന്റെ താഴെ ഇരുന്ന് ദണ്ടാനോ? ഫോൺ ചെയ്യാൻ പറ്റില്ല, പൊട്ടനാ. ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും, പക്ഷെ ഞാൻ പൊട്ടനല്ല. ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. അതൊരു ചരിത്ര നിമിഷമായിരിക്കും. കാരണം ഒരിക്കലും ആരെക്കൊണ്ടും അത് പറ്റത്തില്ല. ഡെയിലി ഞാൻ ഒരുപാട് പേരെ കാണുന്നത്, ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. ഇവനൊക്കെ പക്ക ഫ്രോഡാ. അല്ല ഫാരിസ്, ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഡോക്ടർ റോബിൻ പറഞ്ഞ വലിയൊരു പോയിന്റ് ഉണ്ട്. ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്നെ വിജയിപ്പിച്ചാൽ നരേന്ദ്രമോദി നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരും. ആരും പേടിക്കാനോ? നീ എന്നെ അങ്ങോട്ട് കൊല്ല്, എന്നിട്ട് ഒരു കുഴി കുഴിച്ച് മൂടിയിട്ട് ആ ബസ് എന്റെ മുകളിൽ വെക്ക്. ഞാൻ ഈ പ്രധാനമന്ത്രി കൊണ്ടുവരുന്ന പറഞ്ഞ് ചുമ്മാ കൊണ്ടുവരുന്നത് കാണാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ജനങ്ങളെ കാണിച്ച് ഇവിടെയുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് പ്രധാനമന്ത്രി പ്രശ്നത്തിൽ വെച്ച് അത് ഞാൻ പ്രസന്റ് ചെയ്ത് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തി അത് എക്സിക്യൂട്ടീവ് റിസൾട്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ പ്രധാനമന്ത്രി കൊണ്ടുവരുന്നത് പറഞ്ഞത്. അവര് പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. കാര്യം നമ്മൾ അത്ര മണ്ടന്മാരായതുകൊണ്ട് അത് വിശ്വസിക്കാതിരിക്കും. എത്ര നല്ല ആൾക്കാരാണ് നിന്റെ വീട്ടുകാരി. നീ എങ്ങനെ കുടുംബത്തിൽ പിറന്നടാ? ഫുഡുണ്ടാക്കാനോ? മോദിയെ കൊണ്ടുവന്നിട്ട് എമാർക്ക് എന്നെ ഉണ്ടാക്കാനാ? പട്ടിണി പാവങ്ങൾക്ക് ഒരു വിമാനത്താവളം ആര് കൊണ്ടുവരും ഫാരിസ്? ഇത് വായ്ത്താളമല്ല, രാഷ്ട്രീയം. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കുക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ഞാൻ വിമർശിക്കും. കാരണം ഒരു കഴകത്തും ഒരു യോഗ്യത ഇല്ലാത്തതിനെ ഒന്നും രാഷ്ട്രീയത്തിലോട്ട് വലിച്ചിടരുത്. 10 പേര് അറിയും ഫെയിം ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയത്തിലോട്ട് കൊണ്ടുവരുന്ന ഉദ്ദേശം എന്തുവാ? ഇതൊക്കെ എങ്ങനാടാ? നമ്മൾ കുറെ ആഗ്രഹിക്കും, ചിലത് കിട്ടും, ചിലത് കിട്ടുകയില്ല. കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരിക്കലും കിട്ടുകയില്ല. എല്ലാവർക്കും ഒരു സർപ്രൈസ് എന്ന് പറയുന്നത്, ഞാൻ 2025 ഓഗസ്റ്റ് 20-ാം തീയതി ഞാൻ എന്റെ കാർ വീട്ടിൽ ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നത്തെ ഗൂഗിൾ ടൈമിൽ ആ വീഡിയോ ഞാൻ 2026 മെയ് 4-ാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം എന്റെ അക്കൗണ്ടിൽ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്ത വീഡിയോ ആയിരിക്കും. ഞെട്ടാൻ നിങ്ങൾ റെഡിയായിട്ടോ? ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. താങ്ക് യു. മന്ദബുദ്ധിയല്ല. ശവത്തെ കുത്താതെ ശവമേ.